രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒരു ആധ്യാത്മികപരമായ ഒരു ഗ്രൂപ്പാണ്. പക്ഷേ നമ്മൾ ആധ്യാത്മികപരമായ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങളിലെ കൂടി നമ്മളൊരു കണ്ണോടിക്കണം. നമ്മൾ ഈ ഭൗതികപരമായ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം കുറച്ച് ദിവസം മുമ്പേ കണ്ട ഏറ്റവും വേദനാജനകമായ ഒരു ന്യൂസാണ് ഒരമ്മ കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊന്നു എന്നുള്ളത്. അത് കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. ഒരമ്മയ്ക്ക്, നൊന്തു പ്രസവിച്ച ഒരമ്മയ്ക്ക് എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിനെ പുഴയിലേക്കൊക്കെ എറിഞ്ഞ് കൊല്ലാൻ കഴിയുക എന്നുള്ളത്. അതിന് ശേഷം വന്ന ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ, അതായത് അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയുള്ള ഒരാൾ ആ കുഞ്ഞിനെ ഒരുപാട് തവണ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ്. ഇത് രണ്ടും കേട്ടപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമത്തോടൊപ്പം തന്നെ വലിയ ദേഷ്യവും തോന്നിയത്. കാരണം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരിക്കലും അച്ഛൻ്റെ സ്ഥാനമുള്ള ഒരു കുഞ്ഞിനെ സെക്ഷലി അബ്യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൈശാചികമായ കാര്യം എങ്ങനെ അയാൾക്ക് ചെയ്യാൻ തോന്നി എന്നുള്ളതും, ഇങ്ങനെയാണ് ലോകം, കലികാലത്ത് ഇങ്ങനെ പലതും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും എന്ന് വിചാരിച്ച് നമ്മൾ സമാധാനിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളത്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മുടെ കണ്ണും കാതും പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ തുറന്നു വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, എന്നുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, ഒന്നും അത് മാത്രമല്ല. അതല്ലാതെ ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ നല്ല സ്വഭാവത്തോടുകൂടി, നല്ല പെരുമാറ്റത്തോടുകൂടി ഒക്കെ വളർത്തിക്കൊണ്ടുവരിക. പരസ്പരം മനുഷ്യത്വമുള്ള നല്ലൊരു മനുഷ്യനായി എൻ്റെ കുഞ്ഞു വളർന്നു വരട്ടെ എന്നായിരിക്കണം ഓരോ അമ്മയുടെയും പ്രാർത്ഥന. ഏറ്റവും ആദ്യം വേണ്ടത് ആ മനുഷ്യത്വം തന്നെയാണ്. ആ മനുഷ്യത്വമുള്ള കുഞ്ഞായി വളർന്നു വരുമ്പോൾ നാളെയുള്ള തലമുറയ്ക്ക് പരസ്പരം കാണുമ്പോൾ ഒരു കുഞ്ഞിനോട് പോലും കാമം തോന്നുന്ന രീതിയിലേക്ക് ആ കുഞ്ഞ് എത്താതിരിക്കും. അതുമാത്രമല്ല, ഒരു കുഞ്ഞ് ആ ഒരവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞ് നാളെ ഒരു കൗമാരപ്രായമൊക്കെ ആവുന്ന സമയത്ത് പേഴ്സണാലിറ്റി ഡിസോർഡറായ ബോർഡർ ലൈനിലേക്കൊക്കെ തന്നെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ആ കുഞ്ഞ് കൗമാരപ്രായമാവുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തോട് തന്നെ ഒരു അറപ്പും വെറുപ്പും തോന്നുന്ന ഒരവസ്ഥ എത്തുകയും ആ കുഞ്ഞ് തൻ്റെ തന്നെ ശരീരത്തെ പീഡിപ്പിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ചിലർ ഈ കയ്യും കാലും ഒക്കെ, അത് വേറെ പല കാരണങ്ങൾ കൊണ്ടാവാം, കീറി മുറിക്കുന്നതും പലതരത്തിലുള്ള അവനവൻ്റെ ശരീരത്തെ തന്നെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ കുഞ്ഞെത്തിച്ചേരും. എന്നാൽ മറ്റുള്ളവരെ ഒരു തരത്തിലും ആ കുട്ടി ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ ആ കുഞ്ഞ് എങ്ങനെയായിരിക്കും ഇനി ജീവിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എങ്ങനെ ഒരു നല്ലൊരു കുടുംബജീവിതം ആ കുട്ടിക്ക് പ്രാപ്യമാകും? നമ്മുടെ കുഞ്ഞ് നല്ലൊരു കുടുംബജീവിതവും നല്ലൊരു ജീവിതവും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നത് ഏത് സമയവും അതൊരു വല്ലാത്തൊരു ട്രോമയിലൂടെ ആ കുഞ്ഞ് വളർന്ന് ജീവിച്ച് മരിച്ചു പോകുന്നൊരവസ്ഥ എത്രമാത്രം പരിതാപകരമാണ്. ഒരാൾ ചെയ്ത ഇത്രയും ക്രൂരകൃത്യത്തെ. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുക. ആ കുട്ടിക്ക് എന്ത് കാര്യവും അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റുന്ന ഒരന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പോലെയല്ല. നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വയലൻ്റായി, ആ കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നമ്മളെ അടുത്ത് വന്ന് പറഞ്ഞാൽ വളരെ വയലൻ്റായി നമ്മൾ ആ കുഞ്ഞിനോട് പലതും പറയുകയും അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞ് ഒരു കാര്യവും നമ്മളെ അടുത്ത് വന്ന് സംസാരിക്കില്ല. അവരുടെ കൂടെ ഇരുന്ന് അവരുടെ മനസ്സിൽ നമ്മളെപ്പോഴും ചിന്തിക്കുക, നമ്മളും ആ പ്രായം കഴിഞ്ഞു വരുന്ന സമയത്ത് ആ പ്രായത്തിൽ ഞാൻ എന്താണോ ചെയ്തത് എന്ന് ചിന്തിക്കുക. ആ പ്രായത്തിൽ ഓരോ കുഞ്ഞുങ്ങൾ ഓരോ തരത്തിൽ തന്നെയായിരിക്കും പ്രതികരിക്കുക. അതിൽ തെറ്റുകളും ശരികളും ഒക്കെ ഉണ്ടാവും. നമുക്ക് അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുകയല്ല വേണ്ടത്. ആദ്യം ചിലപ്പോഴൊക്കെ നമുക്ക് ഷോക്ക് തരുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെ അവർ പറയുമെങ്കിലും നമ്മൾ വളരെ ക്വയറ്റായി നമ്മളെ തന്നെ ഒന്ന് ഡൗൺ ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞ് എല്ലാം കേട്ട് കഴിഞ്ഞ്
അവരെ സാവധാനത്തിൽ ശരി തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കുക. ദേഷ്യത്തോടെയല്ല, വളരെ സാവധാനത്തിൽ അവരെ തലയൊക്കെ തലോടി ശരി തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ചെയ്താലല്ലേ നല്ലത് എന്നുള്ളത് അവരെ കൊണ്ട് പറയിപ്പിക്കുക. അത് ഇത്തിരി സമയമൊക്കെ എടുത്ത് പറയുക. എപ്പോഴും കുഞ്ഞുങ്ങളോട് കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കാൻ ഒരമ്മയ്ക്കും അച്ഛനും സമയം ഉണ്ടാക്കിയേ തീരും. നമ്മൾ ഈ കണ്ട എല്ലാ കളികളും കളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളുടെ അടുത്തൊരിത്തിരി സമയം നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ കളികളൊക്കെ ഇത്രയും ജോലി ചെയ്യുകയും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആ കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്ന് നമ്മുടെ മക്കൾ നാളെ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ട് കണ്ണടയാനാണ് ഓരോ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം, അല്ലേ? ആഗ്രഹിക്കുക. അപ്പോൾ കുട്ടികളോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുക. അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ആദ്യത്തെ തവണ ആ കുട്ടിക്ക് സെക്ഷുവലി അബ്യൂസ് നടന്ന സമയത്ത് ആ അമ്മയോട് വന്ന് സംസാരിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമായിരുന്നു. അപ്പം ആ പറയുന്ന സമയത്ത് ആ കുട്ടിയെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരമ്മയ്ക്ക് തീർച്ചയായും സാധിക്കുമായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ലാതെ ആ കുട്ടി മരിക്കുന്ന ആ സമയത്ത് അതിൻ്റെ കുറച്ച് മുമ്പ് പോലും ആ കുട്ടിയെ അബ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ്ലി ആ കുട്ടി ഇത് പീഡനത്തിന് ഇരയായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ദേഷ്യവും എന്താ പറയുക, നമ്മൾ പോലും അത്രയും ദേഷ്യത്തോടു കൂടിയായിരിക്കും അയാളെ നോക്കിക്കാണുന്നത്. അപ്പോൾ നമ്മുടെ നിയമം ഒന്നുകൂടി ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. ഏറ്റവും അവസാനം ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഇതിനുള്ള കർമ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് ഒരു ബൂമറാങ്ങാണ് കർമ്മ എന്ന് പറയുന്നത്. ബൂമറാങ് നിങ്ങൾക്കറിയില്ല, ആഫ്രിക്കയിലുള്ള ഒരു ആയുധമാണ്. അത് അങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണോ തട്ടിയത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നുള്ളത്. അപ്പം ഒരു കർമ്മ എന്ന് പറയുന്നത് ഒരു ബൂമറാങ്ങാണ്. നമ്മൾ എന്താണോ കർമ്മം ചെയ്യുന്നത് അത് നല്ലതിന് നല്ലതായിട്ടും ചീത്തയ്ക്ക് ചീത്തയായിട്ടും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അത് ഈ യൂണിവേഴ്സിൻ്റെ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കർമ്മങ്ങൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. 1000-10,000 പശുക്കളുള്ള ഒരു തൊഴുത്തിൽ ഒരു കുട്ടിപ്പശു ഒരു അമ്മ പശുവിനെ തേടി എങ്ങനെ എത്തുന്നുവോ അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മളിലേക്ക് ഒരു ദിവസം തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പം അയാൾക്കുള്ള കർമ്മത്തിനുള്ള ഫലം, അല്ലെങ്കിൽ ഇതുപോലെ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന അവരുടെ മാനം നഷ്ടപ്പെടുത്തുന്ന ഓരോ പുരുഷനും ഇതേപോലെ കർമ്മം അത്രയും ഭീകരമായ രീതിയിൽ തന്നെ ഈശ്വരൻ്റെ തിരിച്ചടികൾ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പം നമുക്കൊക്കെ ഈശ്വരന് വിട്ടുകൊടുക്കാം, നമുക്ക് കാത്തിരിക്കാം ആ യൂണിവേഴ്സ് പ്രതികരിക്കുന്നതിനായിട്ടല്ലേ. അപ്പം ഇനി നമ്മൾ തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്, നമുക്ക് എല്ലാ വിവേചന ബുദ്ധിയും വിവേക ബുദ്ധിയും ഒക്കെ തന്നുകൊണ്ടാണ് ഈശ്വരൻ നമ്മളെ ഓരോ മനുഷ്യനെ ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ള കുഞ്ഞുങ്ങൾക്ക് ചുറ്റിലുമുള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള അറ്റാക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മളെപ്പോഴും വിജിലൻ്റായിരിക്കുക, പ്രതികരിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളല്ലാതെ മറ്റാരാ നോക്കുക? അപ്പം എല്ലാവരും നല്ലൊരച്ഛനും അമ്മയുമാവാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് ഒരുപാട് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടോ നല്ല വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ടോ വലിയ വലിയ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചതുകൊണ്ടോ അല്ല. അവർ നല്ല സ്വഭാവമുള്ള നല്ല കുഞ്ഞുങ്ങളായി ഈ ലോകത്തിന് മുഴുവൻ എല്ലാവരും മാന്യത നൽകുന്ന ബഹുമാനിക്കുന്ന നല്ല മനുഷ്യത്വമുള്ള നല്ല കുഞ്ഞുങ്ങളായി ഓരോ കുഞ്ഞും വളരട്ടെ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.